തലയോട്ടിയിൽ മഞ്ഞ വൈക്കോൽ തൊപ്പിയുള്ള ആനിമേഷൻ രൂപം വരുന്ന ഒരു കൊടി. ലോകത്തെ പല രാജ്യങ്ങളിലെയും അധികാരികളെ വിറപ്പിക്കുകയാണ് ഈ കൊടി. കൊടുമ്പിരി കൊള്ളുന്ന ജെൻസി പ്രതിഷേധങ്ങളിൽ കാണുന്ന ഈ പൈറേറ്റ് ഫ്ലാഗ് എന്താണ്, ആരാണ്? നോക്കാം. വൺ പീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മാങ്ക എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരാകും ഭൂരിഭാഗവും എന്നറിയാം, എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. ജപ്പാനിലെ വളരെ ഫേമസ് ആയ ആനിമേഷൻ സ്റ്റൈലാണ് മാങ്ക. ആ മാങ്കയിലെ ലോകമെമ്പാടും ആരാധകരുള്ള സീരീസാണ് വൺ പീസ്. വൺ പീസിൽ ഒരു നായക കഥാപാത്രമുണ്ട്, മങ്കി ഡി ലൂഫി. ആ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഇപ്പോൾ ജെൻസി പ്രതിഷേധങ്ങളിൽ കാണുന്ന ഈ പൈററ്റ് ഫ്ലാഗ്. മങ്കി ഡി ലൂഫിയുടെ ക്യാരക്ടറിലെ പ്രത്യേകതകൾ കൊണ്ടാണ് ജെൻസി പ്രൊട്ടസ്റ്റിൽ ഈ ഫ്ലാഗ് ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന നിരീക്ഷണങ്ങൾ. മങ്കി ഡി ലൂഫി നിധി തേടിയിറങ്ങുന്ന ഒരു രസമുള്ള നായകനാണ്. ലോകത്ത് നടക്കുന്ന അനീതികളോടും ജനങ്ങളെ പറ്റിക്കുന്ന ഭരണാധികാരികളോടും കലഹിക്കുന്ന ഒരാൾ. നേരിട്ട് പോരാട്ടത്തിനിറങ്ങാൻ ഒരു മടിയുമില്ലാത്തവൻ. മങ്കി ഡി ലൂഫി എന്ന ആ ചെറുപ്പക്കാരനും അവന്റെ സംഘത്തിലെ അവന്റെ കൂട്ടുകാരും ഏത് കാലഘട്ടത്തിലെയും ന്യൂ ജനറേഷനെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. അനീതിയെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നു എന്നത് മാത്രമല്ല, ജെൻസിക്ക് മങ്കി ഡി ലൂഫിയോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം, ലൂഫി ഏത് സന്ദർഭത്തെയും കൂളായി നേരിടുന്ന, ഉള്ളു നിറയെ സന്തോഷമുള്ള, സ്നേഹമുള്ള ഒരു കഥാപാത്രമാണ്. ടെംപ്ലേറ്റ് മാസ് സിനിമകളിലെ ആചാന ബാഹുരൂപമല്ല ലൂഫിയുടേത്. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, ചെറിയൊരു പയ്യൻ, കൂട്ടുകാർക്കൊപ്പം രസിച്ച് നടക്കുന്ന, എന്നാൽ പ്രശ്നങ്ങളിൽ പെടുന്നവരോട് എമ്പതിയോടെ ഇടപെടുന്ന, അതിനൊപ്പം തന്നെ ലക്ഷ്യബോധമുള്ള ഒരാൾ. സ്വാതന്ത്ര്യം, ഫ്രീഡമാണ് ലൂഫിയുടെ ഒരു പ്രധാന ഗുണം. സ്വന്തം ജീവിതത്തോടും ചുറ്റുമുള്ളവരോടും ഈ ലോകത്തോടും മുഴുവനുമുള്ള ലൂഫിയുടെ ഈ ഒരു നീതിബോധമുള്ള എന്നാൽ വളരെ കൂളായ ആറ്റിറ്റ്യൂഡ് ജെൻസി പ്രതിഷേധക്കാരിലും നമുക്ക് കാണാം. കത്തിപ്പടരുന്ന പ്രതിഷേധങ്ങളിലൊന്നും ഇതുവരെ കാണാത്ത പല രംഗങ്ങളും ജെൻസി പ്രൊട്ടസ്റ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. നേപ്പാൾ, മഡഗാസ്കർ, ഇന്തോനേഷ്യ, പെറു, ഫിലിപ്പീൻസ് എന്ന് തുടങ്ങി പല രാജ്യങ്ങളിൽ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് നടക്കുന്ന പ്രൊട്ടസ്റ്റുകളിലെല്ലാം ഒരുപോലെ ഈ വൺ പീസിന്റെ കൊടി പാറിക്കളിക്കാനുള്ള കാരണം ആ സീരീസിന്റെ ജനപ്രിയത കൂടിയാണ്. വൺ പീസാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിട്ടുള്ള മാങ്ക സീരീസും കോമിക് സീരീസും. ഇനി വൺ പീസിനെ കുറിച്ച് വളരെ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. എയ്ച്ചിറോ ഓഡ ആണ് വൺ പീസിന്റെ രചയിതാവും ഇല്ലുസ്ട്രേറ്ററും. 1997 തുടങ്ങിയ ഈ കോമിക് സീരീസ് ഇപ്പോൾ തന്നെ 112 വാല്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 1999 കോമിക് ബുക്കിൽ നിന്നും ആനിമേഷൻ സീരീസിലേക്ക് കൂടി വൺ പീസ് ചുവട് വെച്ചത്. ഇപ്പോൾ ബുക്കിനും സീരീസിനും ആരാധകർ ഏറെയാണ്. പുതിയ വാല്യത്തിനും എപ്പിസോഡിനുമായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. കോമിക് ലോകത്ത് വൺ പീസ് സൃഷ്ടിച്ച റെക്കോർഡുകൾ ചെറുതല്ല. ഇപ്പോൾ ജനകീയ പ്രതിഷേധങ്ങളുടെ മുഖമായും ഈ ആനിമേഷൻ സീരീസ് മാറിയിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലെ ജനകീയ പോരാട്ടങ്ങളിലും ആ പോരാട്ടത്തിന് ഇറങ്ങിയവരെ സ്വാധീനിച്ച ആർട്ട് വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പാട്ടാകാം, കഥയാകാം, നാടകമാകാം, സിനിമയാകാം, പെയിന്റിങ്ങുകളാകാം, അങ്ങനെ എന്തുമാകാം. പുതിയ തലമുറയ്ക്ക് അത് വൺ പീസാണ്, മങ്കി ഡി ലൂഫിയാണ്, ഈ കൊടിയാണ്.